മാൻഹോൾ കവറുകൾ എപ്പോഴും വട്ടത്തിലാണെന്ന് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ചതുരത്തിലുള്ള കവറുകളും കാണാറില്ലേ? ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ ആഴമുള്ള അഴുക്ക് ചാലുകൾക്ക് മുകളിൽ എപ്പോഴും വട്ടത്തിലുള്ള കവറുകൾ വെക്കുന്നതിന് പിന്നിൽ കിടിലനൊരു എഞ്ചിനീയറിംഗ് ലോജിക് ഉണ്ട്. ഒന്നാമതായി, ചതുരത്തിലുള്ള ഒരു കവറാണെങ്കിൽ അത് തുറന്നു വെച്ച് ചെറുതായി ഒന്ന് ചെരിച്ചു പിടിച്ചാൽ ആ കുഴിയിലേക്ക് കവർ തന്നെ വീണുപോകാൻ സാധ്യതയുണ്ട്. കാരണം ചതുരത്തിൻ്റെ വശങ്ങളേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ ഡയഗണൽ നീളം. വളരെ ഭാരമുള്ള ഈ ഇരുമ്പ് കവർ കുഴിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ദേഹത്തോ പൈപ്പുകളിലോ വീണാൽ വലിയ അപകടം സംഭവിക്കാം. രണ്ടാമതായി, 50 മുതൽ 150 കിലോ വരെ ഭാരമുള്ള ഈ ഇരുമ്പ് കവറുകൾ വട്ടത്തിലുള്ളതുകൊണ്ട് നിലത്തുകൂടി വളരെ എളുപ്പത്തിൽ ഒരു ടയർ പോലെ ഉരുട്ടി മാറ്റാം. വലിയ ക്രെയിനുകളുടെ സഹായമില്ലാതെ ഒരാൾക്ക് ഇത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്നതാണ് മറ്റൊരു മെച്ചം. മാത്രമല്ല, ഇത് അടയ്ക്കാൻ പ്രത്യേകിച്ചും മൂലകൾ നോക്കി വെക്കേണ്ടി വരില്ല. ഏത് ആംഗിളിൽ ഇട്ടാലും അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരുന്നോളൂ. ശരി, അപ്പോൾ പിന്നെ റോഡിനരികിൽ കാണുന്ന ചതുരത്തിലുള്ള കവറുകൾ എന്തുകൊണ്ടാണ്? അവ കുഴിയിലേക്ക് വീഴില്ലേ? യഥാർത്ഥത്തിൽ അവ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ ആഴമുള്ള മാൻഹോളുകളല്ല, ട്രെഞ്ച് കവറുകളാണ്. ടെലിഫോൺ കേബിളുകൾ, ഇന്റർനെറ്റ് ഫൈബറുകൾ, വൈദ്യുതി വയറുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ആഴം കുറഞ്ഞ കുഴികളാണ് ഇവയ്ക്ക് താഴെ ഉണ്ടാവുക. ഇതിൽ ജോലിക്കാരോ കവറോ അബദ്ധത്തിൽ വീണുപോയാലും വലിയ ആഴമില്ലാത്തത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകില്ല. മാത്രമല്ല, കേബിളുകൾ ഇടാനും ജോയിന്റ് ചെയ്യാനും ഒക്കെ ചതുരത്തിലുള്ള വലിയ തുറസ്സുകളാണ് സൗകര്യം. ഇതിൽ ഏറ്റവും പ്രധാനം, റോഡിനരികിലൂടെ നീളത്തിൽ പോകുന്ന കുഴികൾ മൂടാൻ ഒന്നിലധികം ചതുരത്തിലുള്ള സ്ലാബുകൾ അടുത്തടുത്ത് വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം. വട്ടത്തിലുള്ള കവറുകൾ വെച്ച് ഒരിക്കലും ഒരു നീളൻ കുഴി പൂർണ്ണമായും മൂടാൻ സാധിക്കില്ലല്ലോ. ചുരുക്കത്തിൽ, വലിയ ആഴമുള്ള അഴുക്ക് ചാലുകൾക്ക് സുരക്ഷയ്ക്കായി വട്ടത്തിലുള്ള കവറുകളും കേബിളുകൾ പോകുന്ന ആഴം കുറഞ്ഞ നീളൻ കുഴികൾക്ക് എളുപ്പത്തിനായി ചതുരത്തിലുള്ള കവറുകളുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഫാക്ട് ഇതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.